പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഞാനൊരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മത്തായി 6:12 മാത്യു 6:12 ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഇതിനകത്തിൽ പറയുന്ന ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു തോട്ട് എന്തെന്ന് ചോദിച്ചാൽ, ചിന്താവിഷയം എന്തെന്ന് ചോദിച്ചാൽ, മാത്യു 6:12 പറയുന്നത്, അതായത് മത്തായി 6:12 പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന പല വിഷയങ്ങളും ഒരു പക്ഷെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നു നമ്മൾക്ക് നമ്മുടെ ജീവിതം പലപ്പോഴും സ്മൂത്തായിട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കടങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിലുള്ള കടങ്ങൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും അതൊരു സാമ്പത്തിക കടമായിരിക്കുമെന്ന്. കടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന, നിൻ്റെ ജീവിതത്തിൽ നീ ജീവിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന ഏത് പ്രതികൂല, ഏത് പ്രതിസന്ധിയുടെ സമയങ്ങളിലും നിൻ്റെ ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന ഒരു ബാധ്യതയാണ്. ആ ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരോടുള്ള കൊടുക്കുവാങ്ങലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ളവർ നിന്നെ പഴിച്ച് ദുഷിച്ചപ്പോൾ നിനക്കുണ്ടായിട്ടുള്ള വേദനയായിരിക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുമ്പോൾ ഉള്ള ആ തിക്ത അനുഭവങ്ങളുടെ ദേഷ്യവും അമർഷവും വൈരാഗ്യവുമായിരിക്കാം. ഇതെല്ലാം ഒരു കടങ്ങളായിട്ട് ദൈവസന്നിധാനത്തിൽ നമ്മൾക്ക് വിചിന്തനം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് വിലയിരുത്താം. എൻ്റെ ജീവിതത്തിലുള്ള കടങ്ങൾ എന്തൊക്കെയാണ്? ബാധ്യതകൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഉള്ള കൊടുക്കുവാങ്ങലുകളായിരിക്കാം. അത് നിനക്ക് ഒരുപക്ഷെ നിന്നിൽ നിന്ന് ആരെങ്കിലും കടമെടുത്തിട്ടുണ്ടായിരിക്കാം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും നിൻ്റെ ജീവിതത്തിൽ നിന്ന് പലരും കടം വാങ്ങിയിട്ടുള്ള ചില ഭൗതിക നന്മകളായിരിക്കാം. അത് നീ പലപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞ് ഏറ്റ കൂലിയായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞ് വാങ്ങിയ പണം ഇടപാടലുകളായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും അവർ തക്ക സമയത്ത് നിനക്ക് അത് തിരിച്ച് നീ പ്രതീക്ഷിച്ച സമയത്ത് നിനക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് അവരോടുള്ള മനോഭാവം എന്തായിരിക്കും? ആ മനോഭാവം എന്ത് തന്നെയായിരുന്നാലും അത് നിനക്ക് അവരോട് ക്ഷമിപ്പാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവർ നിന്നെ നിന്ദിച്ചു പഴിച്ചതായിരിക്കാം, നിനക്ക് അവരോട് പൊറുക്കുവാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവർ നിന്നെ ആക്ഷേപം പറഞ്ഞതായിരിക്കാം, അത് നിനക്ക് അവരോട് ക്ഷമിപ്പാൻ കഴിയുന്നുണ്ടോ? അതോ വൈരാഗ്യവും അമർഷവും വെച്ചുകൊണ്ട് ജീവിതം നീ തള്ളി നീക്കുകയാണോ? ഒരു വാക്യം കൂടെ വായിക്കാമല്ലോ. ലൂക്കോസ് 6:27 എന്താണ് പറയുന്നത് നോക്കാം. ലൂക്കോസ് 6:27. ലൂക്ക് ചാപ്റ്റർ 6:27. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് വേണ്ടി ഗുണം ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോഴൊക്കെ ശത്രുത എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെങ്കിൽ അവർ നിൻ്റെ ശത്രുവല്ല. കർത്താവ് പറയുന്നത്, യേശു കർത്താവ് പറയുന്നത്, അവർ നിൻ്റെ ശത്രുവല്ല. അവരെ നീ എന്ത് ചെയ്യണം? മിത്രമാക്കിക്കൊള്ളണം. നിനക്ക് ശത്രുവെന്ന് നിനക്ക് തോന്നിയാലും നീ എന്ത് ചെയ്യണം? അവരെ മിത്രമാക്കിക്കൊള്ളണം. അതാണിവിടെ വചനം പറയുന്നത്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക്
പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ പാട്ടുകാരൻ പറയുന്നത്, ശത്രുവിൻ്റെ പാളയത്തിലും മൃഷ്ടഭോജ്യമേകിടുന്നവൻ നന്മയും കരുണയൊക്കെയും നിത്യം എന്നെ പിന്തുടരും. ആ ലൈൻ നമുക്ക് ചേർന്ന് പാടാം. ശത്രുവിൻ്റെ പാളയത്തിലും മൃഷ്ടഭോജ്യമേകിടുന്നവൻ, ശത്രുവിൻ്റെ പാളയത്തിലും മൃഷ്ടഭോജ്യമേകിടുന്നവൻ നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. ഇവിടെ പാട്ടുകാരൻ പറയുന്നത്, ശത്രുവിൻ്റെ പാളയമെന്ന് നിനക്ക് തോന്നുന്ന ചില ശക്തികൾ നിനക്കെതിരെ നിന്നാലും അതൊരു പക്ഷേ വ്യക്തിയായിരിക്കാം. ശത്രു കൊണ്ടുവരുന്ന അവൻ്റെ പാളയം എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളിലും അവിടെയും നിനക്ക് ആ പാളയത്തിൻ്റെ നടുവിലും മൃഷ്ടഭോജ്യമേകിടുന്നവനാണ് നമ്മുടെ ദൈവം. അതാണല്ലോ പറയുന്നത്, നന്മയും കരുണയൊക്കെയും നിത്യം നിന്നെ പിന്തുടർന്നിടും. അപ്പോൾ നമ്മൾ ശത്രുവിനെ മിത്രമാക്കുവാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മടിക്കരുതേ സഹോദര, സഹോദരി, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശത്രുവിൻ്റെ പാളയമെന്ന് തോന്നിയാലും അതിനെ മിത്രമാക്കുവാൻ മടിക്കരുത്. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നന്മയും കരുണയും ഒക്കെയും നിത്യം നമ്മളെ പിന്തുടരുകയുള്ളൂ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ നല്ല പ്രഭാത വചനത്തിനായി സ്തോത്രം. ദൈവമേ, കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. വചനം പറയുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആരും ശത്രുവില്ല, എല്ലാവരും മിത്രങ്ങളാണ്. അത് മനസ്സിലാക്കി പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.